നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആരാണെങ്കിലും ശരി പിന്തുടർന്ന് വകവരുത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന് താല്പര്യമില്ലാത്ത ഒരാളെ ഇറാനിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട്. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ അതിൽ ഇടപെടണ്ട, നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ നാട്ടിലെ മേയറെ തിരഞ്ഞെടുക്ക്, അക്കാര്യത്തിന് പോലും കൊള്ളാത്ത നിങ്ങൾ ഇറാനിൽ ഇടപെടാൻ വരരുത് എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. മാത്രമല്ല, അവർ തീരുമാനിച്ച ആളെ, അവർ ഉദ്ദേശിച്ച ആളെ, അമേരിക്ക ഭയപ്പെടുന്ന മുജ്തബ കംനായിയെ തന്നെ ഇവിടെ ഇറാനിൽ പരമോന്നത നേതാവായി അവർ കൊണ്ടുവന്നു. പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ മുജ്തബ അലി കംനായിയും മൗനം വെടിഞ്ഞിരിക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുല്ല അലി കംനായിയുടെ രക്തത്തിന് പകരം ചോദിക്കും. അതുപോലെ തന്നെ അമേരിക്ക ബോംബിട്ട് കൊന്ന ആ പിഞ്ചു മക്കളുടെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യും, പകരം ചോദിക്കുമെന്ന് മുജ്തബ അലി കംനായി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് അടച്ചത് ഇറാനാണെങ്കിൽ അത് അടഞ്ഞു തന്നെ കിടക്കും എന്നുകൂടെ അമേരിക്കയെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കാരണം അമേരിക്ക പറഞ്ഞിരുന്നു, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ വലിയ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഇവിടെ ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളാണ് അടച്ചതെങ്കിൽ അത് അടഞ്ഞു തന്നെ കിടക്കുമെന്ന്. മാത്രമല്ല, സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തെത്തിയപ്പോൾ അമേരിക്കൻ നാവികസേന തന്നെ ട്രംപിനെതിരെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതായത് നാവികസേനയും ട്രംപും രണ്ടു വഴിക്കാണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി. എന്നാലും ഈ ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ മുജ്തബ അലി കംനായി പരിശുദ്ധ ഖുർആനിലെ ഒരു വാക്യം ട്രംപിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന അങ്ങനെ തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിൽ പറയുന്ന ഒരു കാര്യം, പണ്ട് കഅബ കീഴടക്കുന്നതിന് വേണ്ടി, അത് തകർക്കുന്നതിന് വേണ്ടി ആനപ്പടയുമായി അബ്രഹത്തിന്റെ ഒരു ആനപ്പട ഇവിടെ മക്കയിലേക്ക് വന്നിരുന്നു. ആ വന്ന സമയത്ത് വലിയ അഹങ്കാരത്തോടുകൂടി, വലിയ പടയും അതുപോലെ തന്നെ സൈനിക ശേഷിയും ആയുധങ്ങളും ഒക്കെ ഉണ്ട് എന്ന അഹങ്കാരത്തോടു കൂടി വന്ന ഈ അബ്രഹത്തിന്റെ ആനപ്പടയെ ചെറിയ പക്ഷികളാണ് ഓടിച്ചത്, അബാബീൽ പക്ഷികൾ. അതാണ് ഈ സൂറത്തിൽ പറയുന്നത്. ആ ഒരു സൂറത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ട്രംപിന്റെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ശ്രദ്ധയിലേക്ക് മുജ്തബ അലി കംനായി കൊണ്ടുവന്നത്. നിങ്ങളുടെ പക്കൽ വലിയ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഞങ്ങളുടെ പക്കൽ അത്രക്കൊന്നുമില്ല. പക്ഷെ ഉള്ളത് ഞങ്ങൾ വളരെ കൃത്യമായി വിനിയോഗിക്കും. ആ തിരിച്ചടി നിങ്ങൾക്ക് താങ്ങാനാകില്ല. വെറുതെ അഹങ്കരിക്കണ്ട, വെറുതെ വല്ലാത്ത ബഡായി അടിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അധികമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകില്ല, നിങ്ങളുമായി ചർച്ചയില്ല, നിങ്ങളെ ഞങ്ങൾ ഇത്രക്കെ കാണുന്നുള്ളൂ. അബ്രഹത്തിന്റെ ആനപ്പടയെ തുരത്താൻ പക്ഷികൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ തുരത്താൻ ഞങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് മുജ്തബ അലി കംനായി ഇസ്രായേലിനെയും അമേരിക്കയെയും ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹം അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ഒരു കാല് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയത്തുല്ല അലി കംനായി കൊല്ലപ്പെട്ട ആ ആക്രമണത്തിൽ, അദ്ദേഹം രക്തസാക്ഷിയായ ആ ആക്രമണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ പരിക്ക് എന്ന കാര്യം ഒന്നും അറിയില്ല. എന്തായാലും എത്രമാത്രം അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇറാൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണവും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹം അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും വലിയ ഭീഷണിയാണ്. അവരെ ഒരിക്കലും മുഖവിലക്കെടുക്കില്ല, അവരെ പുച്ഛിച്ചു തള്ളുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പിതാവിനേക്കാൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ കണിശക്കാരനാണ് മുജ്തബ അലി കംനായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പകരം ചോദിക്കും, പ്രതികാരം അത് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഇവിടെ നേതൃത്വത്തിൽ ഇരുന്ന് യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് തന്നെ സൈന്യത്തെ നയിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കൃത്യമായ ഒരു മെസ്സേജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ, അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ രംഗത്തുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്.